ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി. ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോവാം, അതായത് വൈറ്റ് സ്മോക്ക് ഉണ്ട്, ഓയിൽ കത്തി സൈലൻസറിൽ ചെറുതായിട്ട് പുകയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് നോക്കാനും പിന്നെ അതേപോലെ തന്നെ സെൽഫ് വർക്കിംഗ് അല്ല, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആ പുകയുടെ പ്രശ്നം കാണിക്കുകയെന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ നമ്മളത് ജസ്റ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ സിലിണ്ടറിൻ്റെ ബോറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പിസ്റ്റൻ്റെ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിസ്റ്റണിൻ്റെ ഈ ടോപ്പ് സൈഡ് നോക്കിയാലും ഈ ഭാഗത്തും പിസ്റ്റൺ പിടിച്ചേക്കണതല്ല, പക്ഷെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ ഫേസിലേക്ക് ഓയിൽ കയറി വരും, അവിടെ വന്ന് ഓയിൽ കത്തിപ്പോവാം. അങ്ങനെയാണ് മൈന്യൂട്ടായിട്ട് ഓയിൽ കുറയും. ഇപ്പോഴും നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഊറ്റി വിട്ടു നമ്മളിപ്പോൾ, കാരണം എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ നോക്കുമ്പോഴും ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിലവിൽ സംഭവിച്ചാണ് കേസെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 83,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് ടോട്ടൽ. മീറ്ററിനകത്ത് കാണിക്കാൻ അത്രയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ്, അതിൻ്റെ ഉള്ളിൽ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിന് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ എൻജിൻ്റെ സൗണ്ടിലൊന്നും വേരിയേഷനൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ കൂടി ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഈ ഒരു പ്ലേ ഉള്ളത് കൊണ്ട് അതേപോലെ തന്നെ 83,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1,00,000 കിലോമീറ്ററൊക്കെയാണ് ഒരു എഞ്ചിൻ്റെ നല്ല ലൈഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. 1,00,000 ഒന്നല്ല, അത്യാവശ്യം നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായി കിട്ടും. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ ഉള്ളിൽ വന്ന ബെയറിങ്ങിന് നീഡിൽ ബെയറിങ്ങാണ് വരാം. അതിന് ഏതെങ്കിലും പ്ലേയോ തേയ്മാനോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് അത് കാണാനോ അറിയാനോ പറ്റില്ല. നമുക്കത് അഴിച്ച് ചെക്ക് ചെയ്താലാണ് പറ്റുള്ളൂ. അഴിച്ച് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രാങ്ക് സെറ്റ് ചെയ്തൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻജിൻ വർക്കായിട്ട് ചെയ്യേണ്ടത് സിറ്റുവേഷൻ വരും മൊത്തത്തിൽ. ഇനി അതല്ല, നമുക്ക് ഈ പുകയുടെ പ്രോബ്ലം മാത്രം, അതായത് ഓയിൽ കത്തിപ്പോണ കംപ്ലയിൻറ്റ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനത്തെ ഇത് വരുന്ന സമയത്ത് നമ്മൾ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാനാണ് പറയാറ്. ഇതിന് നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് സിലിണ്ടർ ബോർ ചെയ്തിട്ടാൽ മതി. അതായത് ഫുള്ളായിട്ട് നമ്മൾ എൻജിൻ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് സിലിണ്ടർ കയറ്റി പുതിയത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ കണക്റ്റിംഗ് റോഡ് എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നോ, ഈ കണക്ട് റോഡിൻ്റെ കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ പുറമേ നിന്ന് നമുക്ക് ഒരു ഏകദേശം നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലേയുടെ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും പ്ലേ ഇച്ചിരി കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ സിലിണ്ടറാണ് അതുമേക്ക് കയറ്റണതെന്ന് വെച്ചാലും ഈ ക്രാങ്ക് കണക്ടർ റോഡ് എപ്പോൾ കംപ്ലയിൻറ്റ് വന്നു, പുതിയ സിലിണ്ടർ ആയാലും കംപ്ലയിൻറ്റ് വരും. നമ്മൾ ബോർ ചെയ്തിട്ടാലും അത് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ബോർ ചെയ്തിടുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയുടെ കംപ്ലയിൻറ്റ് മാറുകയും ചെയ്തോളും. 1 ഇയർ വാറണ്ടി ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുപോലെ ആ രീതിയിൽ ചെയ്യുക, അതായത് ചിലവ് ചുരുക്കാവുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് എൻജിൻ അഴിച്ചിട്ട് ചെയ്യണം. ഫുള്ളായിട്ട് എൻജിൻ അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡൊക്കെ മാറ്റി സൈഡ് ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ എൻജിൻ പുതിയ ഒരു എൻജിൻ്റെ അതേ ഒരു പെർഫോമൻസും കിട്ടും. തന്നെയല്ല, പുതിയ എൻജിനായി പിന്നെ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. അതിനും നമുക്ക് ഈ ഒരു 1 ഇയർ വാറണ്ടി ഉണ്ട്. പക്ഷേ അത് 1 ഇയർ വാറണ്ടി നമ്മൾ കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലംസ് ഇല്ല. കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഒരു 95% കുറവാണ്. പക്ഷേ സിലിണ്ടർ ബോർ ചെയ്തിടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയതാണ്, അതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സെയിം പ്രോബ്ലംസ് വീണ്ടും വന്നേക്കാം, അല്ലെങ്കിൽ സിലിണ്ടർ കംപ്ലയിൻറ്റ് വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു എൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ രീതിയിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെയിൻ മാക്സിമം വലിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിലമ്പൽ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടി ഐഡലിങ് നിർത്തുന്ന സമയത്തൊക്കെ ചിലമ്പൽ കാണിക്കുന്നുണ്ട്. അത് ടൈമിങ് ചെയിൻ അത് കിറ്റേപ്പാടി മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ അത് കൂടാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന ബെയറിങ് പ്ലേ കാണിച്ചിട്ടുണ്ട്. കാരണം ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ കൂടുതൽ ഹീറ്റിംഗ് വന്ന ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ ബോൾ ബെയറിങ്ങിൻ്റെ ഇതറിയാം, കറക്റ്റ് ഒരു പോയിൻ്റാണ്, ബോളിൻ്റെ ഒരു ഭാഗമാണ് ടച്ച് ആവുള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങൾ ഹീറ്റിംഗ് വന്ന ഭാഗങ്ങൾ മെറ്റലിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് വേരിയേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് ഒരു ഓവർ ഹീറ്റിംഗ് വരും. അതാണ് കംപ്ലയിൻറ്റിലേക്ക് പോകുന്നതിൻ്റെ മെയിനായിട്ട് കാരണം. പിന്നെ വാൽവ് നമുക്ക് എന്തെങ്കിലും അഴിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂടെ വാൽവ് മാറ്റി സീറ്റ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. വാൽവിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം.
പിന്നെയെന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിരുന്നു. സെൽഫ് നമ്മൾ ഇതിക്ക് മുമ്പ് മോട്ടോർ കംപ്ലയിൻറ്റ് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ സെൽഫ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടോർ മാറ്റി പുതിയ മോട്ടോർ വെക്കേണ്ടതായിട്ട് വരും. എന്നാലാണ് സെൽഫ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂട്ടത്തിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറണം, കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിടും. അപ്പോഴാണ് ആ ഫംഗ്ഷൻ കറക്റ്റുള്ളൂ. അത് എയർ ഇതിൽ എടുത്ത് കാർബറേറ്റർ വഴി പോയി ഫ്യൂൽ മിക്സർ പോയി സിലിണ്ടറിൽ പോയി കത്തുക. ആ ഇതാണ് അവിടെ നടക്കുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ചെയ്താലാണ് നമുക്ക് ആ ഭാഗം കറക്റ്റായിട്ട് പോകുള്ളൂ. അതേപോലെ തന്നെ സൈലൻസിൻ്റെ ഉള്ളിലും അത്യാവശ്യം കരിയുണ്ട്. അത് നമ്മളൊരു കെമിക്കൽ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 80% നമുക്ക് കളയാൻ പറ്റും. കുറച്ചതിനകത്ത് എന്തെങ്കിലും വരും. അത് സൈലൻസർ ഹീറ്റായി ചൂടായി കത്തി തന്നെ പോകണത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിലാണ് വണ്ടി വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് പറയാം. ഒന്നോലെ നമുക്ക് ഈ കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് സിലിണ്ടർ മാറ്റണ്ട, ബോർ ചെയ്ത് ബാക്കിയത്തെ വർക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സിലിണ്ടർ അടക്കം മാറ്റി ക്രാങ്കൊക്കെ അഴിച്ച് സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് എൻജിൻ വർക്കായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഇനി അതല്ലെങ്കിൽ ക്യാഷിൻ്റെ പ്രോബ്ലം, അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കുറയ്ക്കാമെന്നൊരു ഉദ്ദേശമാണെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ ഭാഗം മാത്രം നോക്കി നമുക്ക് ആ രീതിയിലും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എപ്പോഴും നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് സെറ്റ് ചെയ്ത് പോകണതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലത്. കാരണം 83,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ആ സെൽഫ് മോട്ടറിൻ്റെ കേസും നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ.